സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് ഓൾറെഡി ആർച്ച് ബിഷപ്പ് വലിയ മെത്രാപ്പോലീത്ത സ്ഥാനമെല്ലാം പിൻവലിക്കപ്പെട്ടു. അത് കഴിഞ്ഞിപ്പോൾ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡയോസിഷ്യൻ ബിഷപ്പ് എന്നുള്ള ആ ടൈറ്റിൽ പിൻവലിക്കപ്പെട്ടു. സമുദായ മെത്രാപ്പോലീത്ത എന്നുള്ള ടൈറ്റിൽ പിൻവലിക്കപ്പെട്ടു. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മേൽപ്പട്ടക്കാരൻ എന്നത് പോയിട്ട് ഒരു വൈദികൻ പോലും അടിസ്ഥാനപരമായി ചെയ്യുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിവാഹ കൂദാശയോ ശവസംസ്കാര ശുശ്രൂഷയോ നടത്തുന്നതിന് പോലും സാധിക്കാത്ത വിധമുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിന്റെ കാരണം 15 കൽപ്പനയെ ലംഘിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പരത്തുവാനായിട്ട് അവരൊരു ശ്രമം നടത്തുന്നുണ്ട്. പരിശുദ്ധ ബാവ 15 കൽപ്പന ഇറക്കി. ആ 15 കൽപ്പന 506 നമ്പർ കേസ് തീരുന്നത് വരെ ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയിൽ സഭയിൽ പരസ്പരം സ്നേഹത്തോടും 2013 നടത്തിയ അമെൻമെൻറ്റിൻ്റെ ആ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു താൽക്കാലിക സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബാവ 15 കൽപ്പന ഇറക്കിയത്. ഇവർ കൊടുത്ത അപ്പീലിൻ്റെ പുറത്തുണ്ടായ ഒരു കൽപ്പനയാണ്, അപ്പീലിൻ്റെ വിധിയാണ്. കാരണം പാത്രികീസ് ബാവയ്ക്ക് അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട് ക്നാനായ സമുദായ ഭരണഘടന അനുസരിച്ച്. ആ അപ്പീൽ വിധി വന്നപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവർ തിരുവല്ല കോടതിയിൽ പോയി, ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഒരു കോടതി പോയി എന്തൊക്കെയോ ചില മാർഗങ്ങളിൽ കൂടി അവിടുന്ന് ഒരു ഓർഡർ സമ്പാദിച്ചു. ആ ഓർഡറിനെതിരെ കോട്ടയം ജില്ലാ കോടതിയിൽ അപ്പീൽ പോയി മേഖലാ മെത്രാപ്പോലീത്തന്മാർ. ആ അപ്പീലിൽ കോട്ടയം ജില്ലാ കോടതി പറഞ്ഞു, പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്ക് ക്നാനായ സമുദായത്തിലെ ബോത്ത് സ്പിരിച്വലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ട്. ഹീസ് ദി സുപ്രീം അതോറിറ്റി. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻസിനെയോ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെയോ ആർക്കും ഒന്ന് തൊടാൻ പോലും അധികാരമില്ല എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് ഉണ്ടായി. ആ ജഡ്ജ്മെൻറ്റിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി അപ്പീൽ ഇവരുടെ അപ്പീൽ തള്ളി. എന്നിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിനെ ശരിവെച്ചു. അതിനെതിരെ ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ സുപ്രീം കോടതി ഇടപെട്ടില്ല. വി കെ സിംഗ് എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ, ഓർത്തഡോക്സുകാരുടെ വക്കീലിനെ, അയാളെ കൊണ്ടുവന്ന് ഇവർ വലിയ ഭയങ്കര തുക മുടക്കി വാദിപ്പിച്ചു. പക്ഷേ സുപ്രീം കോടതി അതിനകത്ത് ഇടപെട്ടില്ല. ആ SLP തള്ളി. എന്നിട്ട് ബാവായോട് ഇവർ സബ്സിക്വൻ്റ് ആയിട്ടൊരു കള്ളത്തരം പറഞ്ഞു. ഞങ്ങൾ ബാവായുടെ 15 കൽപ്പനയും അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത് മാറ്റാൻ പോവാം. പിന്നെ ഇനിയുള്ള കാലത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പച്ചയായ മനുഷ്യൻ, പച്ചപ്പാവെന്ന് എന്ന് പറഞ്ഞവൻ ബാവായ്ക്ക് എഴുതിയത് ഞങ്ങൾ ഇത് അസോസിയേഷൻ്റെ ഭാഗമാക്കാൻ പോവാം. ഇനി ഒരു കോലത്തും ബാവായുടെ കൽപ്പന പിന്നെ ആരും ചൊറിയാതിരിക്കാൻ വേണ്ടി. എന്നിട്ടോ ഇവർ ഒരു അസോസിയേഷൻ വിളിച്ചു കൂട്ടി. ബാവ പറഞ്ഞു യെസ് ഗുഡ് യു പ്രൊസീഡ്. ഇവർ അസോസിയേഷൻ വിളിച്ചു കൂട്ടി. ഭരണഘടനാപരമായി ഈ സഭയുടെ സുപ്രീം അതോറിറ്റിയായ ബാവയുടെ എല്ലാ ഡയറക്ഷൻസിനെയും ഇവർ തള്ളി എന്ന് പറഞ്ഞ അസോസിയേഷൻ പാസ്സാക്കി. അപ്പോൾ അതിനെതിരെ ഈ സഭയിലെ അന്ത്യോക്യ വിശ്വാസികളായ ആളുകൾ അപ്പീൽ കോടതി പോയി. കോടതി പറഞ്ഞു നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്തു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചെയ്ത എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്തു. നാഴിക്ക് 40 വട്ടം ഭരണഘടനയുണ്ടെന്ന് പറയുന്നവർ മുഴുവൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്തത്? അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഭരണഘടനാ ഭേദഗതി എന്തിനാ? പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്ക് ക്നാനായ സമുദായത്തിലുള്ള സുപ്രീം അതോറിറ്റി എടുത്തു കളയുന്നതിന് വേണ്ടി. ബാവയ്ക്ക് ഇനി അപ്പീൽ കേൾക്കണ്ട, ബാവയ്ക്ക് ഇനി സുപ്രീം അതോറിറ്റി വേണ്ട, ബാവയുടെ സകല പവറുകൾ എടുത്തു കളയുന്നതിന് വേണ്ടി ഇവർ അസോസിയേഷൻ മീറ്റിംഗ് കൂടി. അതായത് ക്നാനായ സമുദായത്തിൻ്റെ ഭരണഘടനയിൽ ഒരു എൻട്രഞ്ച്മെന്റ് ക്ലോസ് ഉണ്ട്. ലോകത്തിൽ ആർക്കും അതേ പിന്നെ തൊടാനൊക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ സിംഹാസനവും ക്നാനായ സമുദായവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും വിലക്കിയിരിക്കുകയാണ് ക്നാനായ അസോസിയേഷൻ്റെ അധികാരത്തിൽ. അവർക്ക് അങ്ങനെ അധികാരമില്ല. ബാവ എന്നൊരു വാക്ക് ഉച്ചരിക്കാൻ അവർക്ക് അവകാശമില്ല. എന്നിട്ടോ സിംഹാസനത്തിനെ ക്നാനായ സമുദായത്തിൽ നിന്ന് വിലക്കിക്കൊണ്ട് നമ്മളീ പറഞ്ഞ പച്ചപ്പാവം, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന മാന്യൻ അസോസിയേഷൻ അംഗീകാരം കൊടുത്ത് മീറ്റിംഗ് നടത്തിക്കൊള്ളാൻ, ബാവായെ ചോടെ അങ്ങ് ചെത്താൻ. അതായത് ക്നാനായ സമുദായം പരിശുദ്ധ സഭയിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അസോസിയേഷൻ കൂടിക്കൊള്ളാൻ സ്പെഷ്യൽ പെർമിഷൻ കൊടുത്ത പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പച്ചപ്പാവത്തിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ പറഞ്ഞു നീ ഈ അസോസിയേഷൻ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നിനക്ക് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള അധികാരം ഞാൻ പിൻവലിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം അതിന് തയ്യാറായില്ല. അപ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ പ്രാദേശിക സുന്നോദോസ് വിളിപ്പിച്ച് അവർ അതിലേക്ക് ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ഇദ്ദേഹത്തോട് എലി വിലക്കുന്നത് പോലെ പറഞ്ഞു, നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കരുത്, നിങ്ങൾക്ക് അതിന് അധികാരമില്ല, നിങ്ങളുടെ അസോസിയേഷന് അതിന് അധികാരമില്ല. ബാവായെ ധിഖരിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ, അതായത് സഭയുടെ ചട്ടക്കൂടിനെ എമ്പാട് മുച്ചൂട് മുടിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്താൽ നിങ്ങളുടെ പേര് നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അതനുസരിച്ചോ? ഇല്ല. അസോസിയേഷൻ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അതിനെ ഇവിടുത്തെ അന്ത്യോക്യ വിശ്വസിക്കുന്ന ആളുകൾ കോടതി പോയി ചലഞ്ച് ചെയ്തു. അന്നത്തെ തീരുമാനം ചുരുട്ടിക്കൂട്ടിയെടുത്ത് തോട്ടിലോട്ട് കളഞ്ഞു.
അപ്പോൾ ബാവ ഇദ്ദേഹത്തിന് സ്പെസിഫിക് ആയിട്ട് നിർദ്ദേശം കൊടുത്തു, ഇത് പാസ്സാക്കുന്നതിന് മുമ്പ് നീ ഇത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തോ? ഇല്ല. എന്നിട്ട് പറഞ്ഞു ഗോ ഹെഡ് എന്ന് പറഞ്ഞത്, കള്ളം പറഞ്ഞത്, നമ്മൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന മേന്യൻ ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗോ ഹെഡ് എന്ന് പറഞ്ഞ് പരിശുദ്ധ സഭയുമായിട്ടുള്ള സകല ബന്ധങ്ങളും കട്ട് ചെയ്തുകൊണ്ട് ഇവർ അസോസിയേഷൻ പാസ്സാക്കിയപ്പോൾ ആ പാസ്സാക്കലിനെയാണ് കോടതി ചുരുട്ടിക്കൂട്ടി കളഞ്ഞത്. അപ്പൊ പരിശുദ്ധ സിംഹാസനത്തിന് ഈ മനുഷ്യനെ സസ്പെൻഡ് ചെയ്യുക അല്ലാതെ ഇയാളിൽ കൊടുത്തിരിക്കുന്ന ഈ അധികാര അപ്പോയിന്റ്മെന്റ് പിൻവലിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. അതാണ് ഗ്രാനായ സമുദായ ഭരണഘടനയിൽ പറയുന്നത്. ഒരാളെ മെത്രാനായിട്ട് അസോസിയേഷൻ തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് പരിശുദ്ധ പാത്രിക്കീസ് ബാവ, കാനൂനികമായി വാഴിക്കേണ്ടത് പരിശുദ്ധ പാത്രിക്കീസ് ബാവ, നിയമിക്കേണ്ടത് പാത്രിക്കീസ് ബാവ. അതിന് അപ്പോയിന്റ്മെന്റ് എന്നാണ് പറയുന്നത്. ആ നിയമന ഉത്തരവ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ പിൻവലിച്ചു. പിൻവലിക്കാതെ സിംഹാസനത്തിന് നിലനിൽക്കാനാവില്ല. അത് പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സഭയുമായിട്ട് ഗ്രാനായ സമുദായം ഒരു ക്ലബ്ബ് പോലെ ഇവിടെ നിന്നേനെ, സഭയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ. അത് പിൻവലിച്ചു. അത് പിൻവലിച്ചുകൊണ്ടാണ് കോടതിയിൽ ഈ കോട്ടയത്തെ മുനിസിപ്പൽ കോടതി അന്നത്തെ ബാവയുമായിട്ടുള്ള സകല ബന്ധവും വേർപെടുത്തുന്ന തീരുമാനങ്ങളെ റദ്ദ് ചെയ്ത് കോടതി ഇടപെട്ട. ഇത് എത്രാമത്തെ തവണയാണ് കോടതി ഇടപെട്ട് ഇവരുടെ ഓരോരോ തീരുമാനങ്ങൾ റദ്ദ് ചെയ്യുന്നത്? സമുദായത്തിന്റെ ഭരണഘടന 24 മണിക്കൂറും ചുരുട്ടി കക്ഷത്തിൽ വെച്ചും തലവണക്കീഴിൽ വെച്ചിട്ട് അതിനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന മാന്യന്മാരെ ഓരോ നിമിഷത്വവും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടിരിക്കുക. സിംഹാസനത്തിന് ഇതല്ലാതെ വേറെ മാർഗമില്ല. ഈ മനുഷ്യനെ നൽകിയ അപ്പോയിന്റ്മെന്റ് പിൻവലിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നിങ്ങൾ പറ. സിംഹാസനം പരിശുദ്ധ പാത്രിക്കീസ് ബാവായ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലൂടെ ഒപ്പിടുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയതാണ്. 95 വിധിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അതായത് മലങ്കരയിൽ ഇവിടെ ഗ്രാനായ സമുദായത്തിന് മെത്രാപ്പൊലിത്തന്മാരില്ലാതിരുന്ന കാലഘട്ടത്തിൽ അന്ത്യോക്യയിൽ നിന്ന് മെത്രാന്മാരെ വന്ന് ബാവ നേരിട്ട് ഭരിച്ചു. അന്നത്തെ പാത്രിക്കീസ്മാരെ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന അന്ത്യോക്യൻ സിംഹാസനത്തിന് കീഴിലുള്ള ഡയറക്റ്റ് കീഴിലുള്ള ഭദ്രാസനമാണിത്. ഈ അതിഭദ്രാസനം എന്ന് പറയുമ്പോൾ ഏതിന്റെ ഭദ്രാസനമാണ്? സഭയുടെ ഭദ്രാസനം. ആ സഭയുടെ അടിവേര് അറക്കുന്നതാണ് തീരുമാനം. ആ തീരുമാനം നടത്തരുത്, ആ മീറ്റിംഗ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ പച്ചവെള്ളം രാവിലെയും വൈകിട്ടും ചവച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേന്യൻ അതനുസരിക്കണ്ടേ? അതനുസരിച്ചില്ല. ലോകത്തിലുള്ള സകല മനുഷ്യരെ കൊണ്ടും കേസ് കൊടുപ്പിക്കുക. എല്ലാവർക്കും അറിയാം ആരാ കേസ് കൊടുക്കുന്നതും അതിന്റെ പിന്നിലുള്ള ആളെന്നും ഈ കേസ് കൊടുക്കാൻ എന്തുമാത്രം കാശ് ഇദ്ദേഹം ഈ മേന്യൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഈ ക്രാനാക്കാരെല്ലാം വെറും പൊട്ടന്മാരാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിലയ്ക്ക് വാങ്ങിയതല്ലേ ഈ സസ്പെൻഷൻ? ഇത് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് ബാവ എന്താ പറഞ്ഞത്? നീ റിപ്പന്റ് ചെയ്തു വാ. ഈ സഭയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു അതിഭദ്രാസനമാണ്. ആ ഭദ്രാസനവും സഭയുമായിട്ട് കഴിഞ്ഞ 1700 വർഷമായിട്ട് എങ്ങനെയാണോ അവരുമായിട്ട് ജ്ഞാനായക്കാരുമായിട്ട് സഭയ്ക്കുള്ള ബന്ധം, അതേ ബന്ധത്തിൽ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് റിപ്പന്റ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുന്നത്? 2 ആഴ്ച മുമ്പും പാത്രിക്കീസ് ബാവയ്ക്കെതിരെ ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഈ മേന്യൻ കൊണ്ട് പുതിയ കേസും കൊടുത്തേച്ച് കിടക്കുക. കോട്ടയത്താണ് 35-40 കേസാണ് കൊടുത്തിരിക്കുന്ന അനുചരന്മാരെ കൊണ്ട്. എന്നിട്ടോ ലോകമായ ലോകങ്ങൾ മുഴുവൻ ജുഡീഷ്യറിയെ കറപ്റ്റ് ചെയ്യാനായിട്ട് നടക്കുക. അതെല്ലായിടത്തും ചിലവാകത്തില്ല. അതെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ അറിയാം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അതിഭദ്രാസനം എന്ന് പറയും. അതിഭദ്രാസനം എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയുടെ അതിഭദ്രാസനമാണ്. ആ സഭയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താനായിട്ട് ജുഡീഷ്യറി മുഖേന നോക്കുന്നു, അല്ലാതെ നോക്കുന്നു, അസോസിയേഷനെ വെച്ച് നോക്കുന്നു, സകല കൊനസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുക. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഈ മേന്യൻ. ലോകത്തിൽ ഒരു സഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഈ സഭയിൽ ജനിച്ചു വളർന്ന സഭയുടെ മക്കളുണ്ട്. അവർ ഇളകിക്കഴിഞ്ഞു. അവരെ നിങ്ങൾക്ക് തടയാനാവില്ല. ഇപ്പം പറഞ്ഞല്ലോ. അതായത് സ്നേഹം ഇങ്ങനെ വലിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന, സമാധാനത്തിന് വേണ്ടി സ്നേഹം ഇങ്ങനെ എപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുന്ന മേന്യൻ പറഞ്ഞല്ലോ. മേന്യൻ്റെ ആളുകൾ പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന വാക്കുകൾ എന്താ? മേഖലയിലെ മെത്രാന്മാരെ ഒരൊറ്റ പള്ളികൾ കയറ്റരുത്, അവർക്ക് കഞ്ഞി കുടിക്കാൻ കാശ് കൊടുക്കരുത് സഭയിൽ നിന്ന്, ഭരണഘടനാപരമായ അധികാരമാണ്. എന്നിട്ട് പറയുന്നത് എന്താ? ഞങ്ങൾ ഭരണഘടനയുടെ പുറത്ത് ഈ മേന്യൻ കയറി അടയിരിക്കുകയാണ്. 9 വർഷമായി കുടിക്കാൻ, വെള്ളം കുടിക്കാൻ കാശ് കൊടുത്തിട്ട്, ജീവിക്കാൻ കഞ്ഞി കുടിക്കാൻ കാശ് കൊടുത്തിട്ട് 9 വർഷമായി. തന്നെയാണോ? ഇയാൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? പള്ളികളിൽ തുബതയം വായിക്കുന്നിടത്തുനിന്ന് ഇവരുടെ പേര് വെട്ടിമാറ്റുന്നു. പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ പേര് വെട്ടിമാറ്റുന്നു. പച്ചപാവമാണ്, പച്ചവെള്ളം ചവച്ചേ കുടിക്കത്തുള്ളൂ. ഈ സഭയുടെ ലിറ്റർജിക്കലി, അഡ്മിനിസ്ട്രേറ്റീവില്, അതിന്റെ ഫെയ്ത്തില് സകല മേഖലകളെ ഇയാളെ നശിപ്പിച്ചില്ലേ? ഇയാൾക്ക് ദൈവം വലിയ കടുത്ത ശിക്ഷ വെച്ചിരിക്കുന്നു. ഈ കടുത്ത ശിക്ഷ നിങ്ങൾ അനുഭവിക്കാതെ പോവുകയില്ല. എന്നിട്ട് പള്ളികളിൽ പറയുന്നത് എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന്. നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ ബാവായ്ക്ക് കീഴ്പ്പെട്. അതിഭദ്രാസനം എന്ന് പറയുന്നത് സുറിയാനി സഭയിലെ അതിഭദ്രാസനമാണ്. ആ സഭയ്ക്ക് കീഴ്പ്പെട്ട് പോക്. കൂട്ടത്തിലുള്ള മെത്രാന്മാർക്ക് കുടിക്കാൻ പച്ചവെള്ളം കൊടുക്കാതെ, അവരെ പള്ളികളിൽ കയറ്റാതെ, അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന് പറയാൻ എന്താണ് അവകാശം? എന്നിട്ട് ഇങ്ങനെ കുറെ ചാവോലികളെ കൊണ്ട് പറയാം അവരെ ഇനി പള്ളി കയറ്റരുത്, പള്ളി വന്നാൽ അവരെ അടിക്കണം. നിങ്ങളേക്ക് വാ. അവർ പള്ളി കയറ്റുമ്പോൾ നിങ്ങൾ അവരെ അങ്ങ് തടയാനടിക്ക് വാ. ഇവിടെ അന്ത്യോക്യയുടെ മക്കളുണ്ട്.